ആക്ട് എന്നോട് പറയാം. ലൈംഗികമായ അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി 2012 നവംബർ 14 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു ആക്ടാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെയാണ്. കുട്ടികൾ എന്ന് പറയുന്നത് 18 വയസ്സ് വരെ അവർ കുട്ടികളാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നിയമം നടപ്പാക്കുന്ന ആക്ടാണ് പോക്സോ ആക്ട് എന്നുള്ളത്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് 18 വയസ്സ് തികയാത്ത കുട്ടികളുടെ സമ്മതം കൊണ്ടാണെങ്കിലും സമ്മതം ഇല്ലാതെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആക്ട് അതിൽ നമ്മൾ ഇടപെട്ടാൽ അതിന്റെ കീഴിൽ വരുന്ന നിയമ നടപടികൾ വളരെ കർശനമായിരിക്കും. പോക്സോ ആക്ടിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി അതിന്റെ ഘട്ടം എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമമാണ്. ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശാരീരികമായ രൂപത്തിൽ അവരുടെ പ്രൈവറ്റ് പാർട്സുകളിൽ സ്പർശിക്കുക എന്നുള്ളതാണ്. ഇവിടെ ലിംഗപ്രവേശനം ഉണ്ടായിട്ടില്ല, വെറും സ്പർശനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് ലൈംഗിക പീഡനമാണ്. ഇതാണ് നമ്മുടെ അധ്യാപകരുമായി ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈംഗിക പീഡനമാണ്. കാരണം ഇന്ന് പോക്സോ ആക്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മത പണ്ഡിതന്മാരാണ്. പോക്സോ ആക്ടുകൾ ദൈനംദിനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം തള്ളപ്പെടാറാണ് പതിവ്. പക്ഷെ അതിലൊരു മത പണ്ഡിതനുണ്ട് എങ്കിൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ചാകരയാണ്. പിന്നെയുള്ള എല്ലാ ചർച്ചകളും എല്ലാ എഴുത്തുകളും എല്ലാ പത്രമാധ്യമങ്ങളും നിരീക്ഷിക്കുന്നത് ആ മത പണ്ഡിതന്മാരുടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് രണ്ടാമത് പറയുന്ന ലൈംഗിക പീഡനം എന്ന കാറ്റഗറി എല്ലാ ഉസ്താദുമാരും, ഞാനടക്കമുള്ള എല്ലാ ഉസ്താദുമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കീഴിൽ വരുന്നത് ഉസ്താദുമാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രത്യേകമായ നോട്ടം അത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സംസാരം, അതുപോലെ തന്നെ നമ്മുടെ ഒച്ചവെക്കൽ, കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ, ചിലപ്പോൾ ചോദിക്കൊണ്ട് വരാറുണ്ട്. അനുഭവം മാത്രമല്ല എന്റെ ബാക്കി ഒരുപാട് വിഷയങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങൾ ലാസ്റ്റ് ഉപയോഗപ്പെടുത്താം.